ഹായ് വ്യൂവേഴ്സ്, ഈ വീഡിയോയിൽ ഈസി ആൻഡ് സിമ്പിൾ മസാല ദോശ എങ്ങനെ ആക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നത്. അതിന് 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്, ഒരു ടേസ്റ്റ് ബാലൻസ് ആവാൻ ഉരുളക്കിഴങ്ങ് പിന്നെ തോല് പാങ്ങൽ ഊരി വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 2-3 വിഷിലാവുന്നവരെ നമുക്ക് ഈ കുക്കറൊന്ന് ക്ലോസ് ചെയ്തിട്ട് വെയിറ്റ് ആക്കാം. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ടാണ് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കൽ. നിങ്ങളും ഇതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിന്. ദോശ ബാറ്ററിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ആക്കാം. അപ്പോൾ ദോശ നല്ല റോസ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ടേസ്റ്റ് നല്ല ബാലൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ദോശ ബാറ്റർ റെഡിയാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ആലുഗഡ്ഡ എന്തായിനെന്ന് നോക്കാം. അപ്പോൾ ആലുഗഡ്ഡ ശരിക്കും വെന്തിട്ട് നല്ല പാങ്ങിലായിട്ട് കിട്ടീന്. ഇപ്പോൾ ഞങ്ങൾക്കൊരു പാത്രത്തേക്ക് കുറച്ച് തേങ്ങ എണ്ണ ഇടാം. തേങ്ങ 2 ടീസ്പൂൺ ഇട്ടിന്. അതൊക്കെ കുറച്ച് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയ ശേഷം അതിന് കുറച്ച് കരിവേപ്പില, ഈരുള്ളി, ഞാനൊരു കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. പൊട്ടാറ്റോക്ക് ഓൾറെഡി ഉപ്പിട്ടിനല്ലേ. ഇത് ഉള്ളി ഒന്ന് കുറച്ച് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അതിക്ക് 2 പച്ചമുളകും 1 ടൊമാറ്റോ ഇടുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ ആലുഗഡ്ഡ ഒന്ന് സ്മാഷാക്കി വെച്ചതിന് ഇതിന് ആഡ് ആക്കുന്നുണ്ട്. ആഡ് ആക്കിയിട്ട് ഫുൾ മിക്സ് ആക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണം, ഒന്ന് ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കൊത്തമ്പരി ചൊപ്പും ഇട്ടെങ്കിൽ ഞങ്ങൾ മസാല ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദോശ പാൻ എടുക്കുക. അതിലേക്ക് ഒരു ദോശ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഗ്രേറ്റഡ് ക്യാരറ്റ് ആഡ് ആക്കുക. കുറച്ച് നെയ്യ് ആഡ് ആക്കിയെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് മസാല ഇട്ടെങ്കിൽ ഞങ്ങൾ മസാല ദോശ റെഡി ആയിനി. താങ്ക് യു ഫോർ വാച്ചിങ്.